മോഡലിംഗിന്റെ മറവിലെ മനുഷ്യക്കടത്ത് കേസിൽ അന്വേഷണം സിനിമാ സീരിയൽ താരങ്ങളിലേക്കും. മുഖ്യപ്രതി സിന്ധുവിന്റെ മകളുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായി താരങ്ങൾക്ക് ബന്ധമുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിദേശത്തുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഇന്റർപോളിന്റെ സഹായം തേടും. അതിനിടെ രഹസ്യമൊഴി നൽകാനെത്തിയ പരാതിക്കാരിയെ പ്രതി അലീന ഭീഷണിപ്പെടുത്തി. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും സെക്സ് റാക്കറ്റും നടത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. പ്രതികൾ ഇരകളെ ദുബായിലെത്തിക്കുന്നത് വിസിറ്റിംഗ് വിസയിലാണ്. 57 ദിവസത്തിനു ശേഷം ഇവരെ തിരികെ നാട്ടിലേക്ക് കയറ്റിവിടും. ഇതിനിടയിൽ ഇരകളുടെ ഫോട്ടോ ഇടപാടുകാർക്ക് അയച്ചു നൽകി ഡീൽ ഉറപ്പിക്കും. ഓരോ തവണയും ലൈംഗിക ചൂഷണത്തിന് ഒത്താശ ചെയ്യുമ്പോൾ സംഘത്തിന് 25,000 രൂപയാണ് ലഭിക്കുക. ദിവസവും നടക്കുന്നത് ലക്ഷങ്ങളുടെ ഇടപാടാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ ഒളിക്യാമറയിൽ പകർത്തുന്ന പ്രതികൾ ഇതുവെച്ചാണ് പിന്നീട് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നത്. കേസിലെ മാസ്റ്റർ ബ്രെയിനായ സിന്ധുവിന്റെ മകളുടെ ഈവന്റ് മാനേജ്മെന്റ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴി നൽകാനെത്തിയ പരാതിക്കാരിയെ രണ്ടാം പ്രതി അലീന ഭീഷണിപ്പെടുത്തുന്ന സന്ദേശം പുറത്തുവന്നു. ചേച്ചി കൂടെ നിന്നിട്ടുള്ള ഈ എന്ത് തേങ്ങയാവട്ടെ ഒരു കേസിൽ ഞാൻ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ നമുക്കോ എനിക്കോ ഇപ്പോൾ ഇക്കാക്കായാലും എന്ത് പണിയും എന്തായാലും കള്ളത്തനവും ഉടായ്പൊക്കെ കാണിച്ചാലും തിരിച്ചു കൊടുക്കും. അത് ഞാൻ ചിലപ്പോൾ വെടിവെക്കും. പക്ഷെ അയാള് അതൊന്ന് ആലോചിച്ച് വെച്ചേക്ക്. അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും നീങ്ങുകയാണ്. സിന്ധുവിന്റെ മകളുടെ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായി ചില താരങ്ങൾക്ക് ബന്ധമുണ്ടെന്നാണ് വിവരം. സെക്സ് റാക്കറ്റുമായി താരങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ത്രെട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അത് ഒരു ഡയറക്റ്റ് ത്രെട്ടാണോ അല്ല വെയിൽഡ് ത്രെട്ടാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വ്യക്തിം പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് ചെയ്യേണ്ടതാണ്. ഓപ്പൺ ത്രെട്ട് ഇല്ല വെയിൽഡ് ത്രെട്ട് ആരെങ്കിലും ചെയ്തെങ്കിൽ കൃത്യമായിട്ട് അവർക്കെതിരായിട്ട് നമുക്ക് നടപടി എടുക്കാം. ജെന്യൂനായിട്ട് കാര്യം നടത്തக்கூடிய ആൾക്കാർക്ക് എല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു ആവശ്യമില്ല. സോ അതിനുடைய ബാക്ക്ഗ്രൗണ്ടിലാണ് ചില ഓർഗനൈസ്ഡ് ഗാങ് അവരുടെ കാര്യങ്ങൾ നടത്തി കാണും. അതിലെന്തെങ്കിലും ബന്ധമുണ്ട് ഒരു മതിയായിട്ട് തെളിവുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് അന്വേഷിക്കാം. കേസിൽ കൂടുതൽ പ്രതികൾ ഉടൻ പിടിയിലാകും. മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റും മനുഷ്യക്കടത്തും നടത്തിയ കേസിൽ കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങൾക്ക് കൃത്യമായ പങ്കുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ആലുവ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഏതാനും ചില ഗുണ്ടകൾ ഈ സെക്സ് റാക്കറ്റിനെയും മനുഷ്യക്കടത്തിനെയും നിയന്ത്രിച്ചിരുന്നു. അലീന ഇവരുടെ ഒരു ഏജന്റ് ആയിരുന്നു, ഒപ്പം ഒരു ഗുണ്ടാ നേതാവിന്റെ പെൺ സുഹൃത്തും. അന്വേഷണം പോലീസ് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വരും ദിവസം കൂടുതൽ പേർ പിടിയിലാകുമെന്നാണ് പ്രതീക്ഷ. ഷഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.